ആവിയിൽ വേവിച്ചെടുത്ത് വളരെ സിമ്പിളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് അവിലാണ്. ഞാനിവിടെ 1 കപ്പ് വെളുത്ത അവിലാണ് എടുത്തിരിക്കുന്നത്. മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവിൽ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇത് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നിങ്ങൾക്ക് നേർത്തതോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തടിച്ചതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സാധാരണ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു റവയും അവലും ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ എരിവിനായിട്ടാണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയും അവിലൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒന്ന് ഉരുട്ടി ആ കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഉരുട്ടിയിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ അത് ഇളക്കാൻ നിൽക്കണ്ട. ചൂടാറി വന്നതിന് ശേഷം മാത്രം നമുക്കിത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഇതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരല്പം പറ്റുന്ന പോലെ തോന്നുമെങ്കിലും ഇത് പൊട്ടൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചൂടാറി വന്നതിന് ശേഷം മാത്രം ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു വറവും കൂടെ കഴിക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. എള്ള് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം മാഗി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാഗി മസാല കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുളക് പൊടിയും 1 ടീസ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്ത് ആ ഒരു മസാലയിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാഗി മസാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതന്നെ ചേർത്ത് നോക്കിക്കോളൂ. നല്ല രുചിയാണ്. സാമ്പാർ പൊടി ചേർത്താലും സെയിം ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടും നിങ്ങൾക്ക് ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഒരുപാട് നേരം ഇങ്ങനെ സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു മസാലയിൽ കവർ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സോസോ അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയോ ഉപയോഗിച്ച് സെർവ് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന പലഹാരങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എണ്ണ ഒട്ടുമില്ലാതെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വറവ് കഴിക്കുന്നത് ഒഴിവാക്കിയാലും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. സോസോ ചമ്മന്തിയോ ഉപയോഗിച്ച് സെർവ് ചെയ്താൽ മതി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.